എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു മീൻ ബിരിയാണിൻ്റെ റെസിപ്പിയാണ് ചേർത്തെ. ആദ്യം തന്നെ നമുക്ക് ഈ മീനൊന്ന് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇത്തിരി ലെമൺ ജ്യൂസും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് പെരക്കിയിട്ട് മാറ്റി വെച്ച് കൊടുക്കട്ടോ. ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനതൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മീനൊക്കെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് 2 സൈഡൊന്ന് മൊരിച്ച് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം. ഈ മീൻ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു പാത്രത്തിലോട്ടേക്ക് തന്നെയാണ് ഞാൻ സവാള ഇട്ട് കൊടുക്കുന്നുള്ളത്. ഇതിലേക്ക് പോരാന്നുണ്ടെങ്കിൽ ഓയിൽ ചേർത്ത് കൊടുക്കട്ടോ. ഇനി നമുക്ക് നല്ലോണം സവാള വഴറ്റിയെടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇതിലേക്ക് വേണ്ടത് ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റാണ്. അതൊരു 2-3 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാം. ഇനി സവാളയും ഇതൊക്കെ നല്ലോണം വഴന്നതിന് ശേഷം ഇതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 3 വലിയ തക്കാളി ഇതുപോലെ സ്ലൈസ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി തക്കാളിയും കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പൊടികളാണ് കേട്ടോ. 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ അളവിൽ വരെ ഗരം മസാലപ്പൊടി, ഇത്തിരി മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ കറിവേപ്പില ഒക്കെ കൂട്ടിയിട്ടിട്ട് നല്ലോണം മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ. പിന്നെ ഈ ഉള്ളിയും തക്കാളിയൊക്കെ നല്ലോണം ഇങ്ങനെ മിക്സായി വരണം. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 2-3 പച്ച മീനുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്യാതെ മാറ്റി വെച്ച മീനുണ്ടല്ലോ അത് ചേർത്തിട്ട് അടച്ച് വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. ഈ ഒരു ബിരിയാണിക്ക് മീനിൻ്റെ നല്ല ചൊയ കിട്ടാൻ വേണ്ടിയിട്ടാണ് മീൻ ബിരിയാണിക്ക് അമ്മ ഇങ്ങനെ ഒരു പീസ് മസാലയിൽ ഇട്ട് കൊടുക്കുന്നത്. ഇനി ലാസ്റ്റ് ഇത് വെന്തതിന് ശേഷം ഇതിൻ്റെ എല്ലും മുള്ളൊക്കെ ഒന്ന് വേറെയാക്കി എടുക്കണം. ഈ ഒരു മീൻ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ മീനിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. നമുക്ക് ഈ ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മീനൊക്കെ നല്ലോണം ഉടച്ച് മസാലയൊക്കെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള മല്ലിയിലയും കൂടി ഇട്ട് പിന്നെ ഇത്തിരി ലെമൺ ജ്യൂസും കൂടി പിഴിഞ്ഞാക്കിയിട്ട് നമുക്കിത് അടച്ച് വെക്കാം കേട്ടോ. നമുക്കിത് ദമ്മിട്ട് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് റൈസ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ബാക്കിയുള്ളതിനകത്തേക്ക് ഞാൻ ഇതുപോലെ ഗരം മസാല ഇട്ട് കൊടുത്ത് പിന്നെ മല്ലിയിലയും മുറിച്ചതുണ്ടായിട്ട് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല ഉണ്ടല്ലോ അതും ഇട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള റൈസ് ഉണ്ടല്ലോ അത് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക. ഈ തവി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഗരം മസാലയും പിന്നെ മല്ലിയിലയും കൂടി ചേർത്ത് അപ്പോൾ ദമ്മിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് അടച്ച് വെച്ചിട്ട് എന്തെങ്കിലും ഒരു വെയിറ്റ് എടുത്തിട്ട് ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കാം. ഇത് മുമ്പ് ഒരു ചെമ്മീൻ ബിരിയാണീൻ്റെ റെസിപ്പി ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടു നോക്കുക. പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഫിഷ് ഉണ്ടല്ലോ അത് ഇതിൻ്റെ മേലെ ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കും കൂടി ചെയ്യട്ടോ. എളുപ്പത്തിലുള്ളതും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷ് ബിരിയാണിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഫിഷ് ബിരിയാണി ഉണ്ടാക്കാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇതുപോലുള്ള ഈസി റെസിപ്പി കണ്ടിട്ട് മിസ്സസ് കണ്ണൂർ ഫോളോ ആക്കുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.